അവസാനം കത്തിയത് വേടൻ്റെ വരികൾ കൊണ്ട്. അന്ന് വരെ വേടനെ ആസ്വദിച്ചിരുന്നവരും അയ്യോ ഞങ്ങൾക്ക് ഈ സംഗീതശാഖയെക്കുറിച്ച് ഒരറിവുമില്ല, പക്ഷേ വേടന് പൂർണ്ണ പിന്തുണയുമുണ്ട് എന്നറിയിച്ചവർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. 2019 ആണ്ട് അവസാനം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ PG തിസീസ് സമർപ്പണത്തിന് ഞാൻ തിരഞ്ഞെടുത്തത് റാപ്പ് എന്ന പെർഫോമൻസിലെ ഫോക്ക് ആൻഡ് ട്രഡീഷണൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു. അന്ന് വേടൻ റാപ്പ് തുടങ്ങുന്ന സമയം. ചരിത്രത്തിൻ്റെ നെടുന്തൂണാകാൻ കെൽപ്പുള്ള വേടനെ എൻ്റെ തിസീസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ റിസർച്ച് അറിവ്, സുമീത് സാമോസ്, സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നീ 3 പേരെയും ചുറ്റിപ്പറ്റിയായിരുന്നു. വിഷയത്തിലേക്ക് വന്നാൽ വേടൻ ചെയ്യുന്നത് റാപ്പ് എന്ന സംഗീതശാഖയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്താണ് റാപ്പ്? ഈ റാപ്പ് ചെയ്യുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ആൾക്കാർ ആരൊക്കെ? ഒരു പ്രത്യേക താളത്തിൽ എഴുതി തയ്യാറാക്കിയ വരികൾ അവതരിപ്പിക്കുന്ന രീതിയെയാണ് റാപ്പ് എന്ന് പറയുന്നത്. അതിന് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകമ്പടി ഉണ്ടാവാം, ഒരു ബീറ്റ് മാത്രം മതിയാവും. റാപ്പ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടന്റ്, ഫ്ലോ, ഡെലിവറി എന്നിവയെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ എന്താണ് കണ്ടന്റ്? നമ്മൾ എന്ത് വിഷയമാണ് അവതരിപ്പിക്കുന്നത്, എന്താണ് പറയാൻ പോകുന്നത്? ചിലപ്പോൾ തേങ്ങയെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ കടലിനെക്കുറിച്ച് പറയാം, ജാതിയെക്കുറിച്ച് പറയാം, എന്തിനെക്കുറിച്ചും പറയാം. ഫ്ലോ, വരികൾക്ക് നൽകുന്ന ഒരു താളക്രമം, ഊന്നൽ, വേഗത എല്ലാം ഫ്ലോയാണ്. ചില റൈമിംഗ് വേർഡ്സ് എല്ലാം കേൾക്കുന്നവർക്ക് വീണ്ടും ഈ കവിതയുടെ ശകലങ്ങൾ ഓർത്തിരിക്കാൻ സഹായകമായേക്കും. റാപ്പർ എങ്ങനെ വരികൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഡെലിവറി. അതായത് ഒരു റാപ്പറിൻ്റെ ഒരു വിഷയം അവതരിപ്പിക്കുന്ന രീതി വളരെ ആവേശത്തോടെയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു സ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ വിഷയം പല സ്വരത്തിൽ അവതരിപ്പിക്കാൻ കഴിയും. അതിനെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. സ്വരം, ടോൺ എല്ലാം ഉൾപ്പെടുന്നതാണ് ഡെലിവറി. ഇനി റാപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ് റാപ്പ്. 1970കളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപപ്പെട്ട ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ റാപ്പിൻ്റെ തായ്വേര് എന്ന് വിശേഷിപ്പിക്കാം. ഹിപ്പ് ഹോപ്പ് കൾച്ചറിന് 4 പ്രധാന ശാഖകളാണുള്ളത്: DJing, ബ്രേക്ക് ഡാൻസിങ്, റാപ്പിംഗ് അഥവാ MCing, ഗ്രാഫിറ്റി. ഇതിൽ തന്നെ ഗ്രാഫിറ്റി ഇതിൽ ഉൾപ്പെടുന്നതല്ല എന്നും ഒരു ഭാഗം വാദിക്കുന്നുണ്ട്. ഈ ഗ്രാഫിറ്റിക്ക് പകരം ബീറ്റ് ബോക്സിംഗ് ആണ് മറ്റൊരു വിഭാഗം പറയുന്നത്. റാപ്പ് എന്ന് പറയുമ്പോൾ ഹിപ്പ് ഹോപ്പും, ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ റാപ്പും പൊതുവെ തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. അത് പ്രധാനമായും റാപ്പിന് ഒരു സ്റ്റാൻഡർഡൈസ് ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ടാവണം. അതായത് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് ഒരു മരമാണെങ്കിൽ അതിലെ 4 ശാഖകളിൽ ഒരു ശാഖ മാത്രമാണ് റാപ്പ്. ഹിപ്പ് ഹോപ്പ് ഒരു യുവജന പ്രസ്ഥാനവും അത് ന്യൂയോർക്കിലെ ബ്രോങ്സിൽ ജനിച്ച് ഏകദേശം അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്കാരമാണ് ഹിപ്പ് ഹോപ്പ്. ഹിപ്പ് ഹോപ്പിനും റാപ്പിനും ബ്ലാക്ക് കൾച്ചർ ഹിസ്റ്ററിയിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. 1960 മുതൽ 70 വരെ ഉണ്ടായ ബ്ലാക്ക് ആർട്സ് മൂവ്മെൻറ്റ് ഇതിനൊരു ഉദാഹരണമാണ്. ഹിപ്പ് ഹോപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത് 1960കളിലും 70കളിലെ തുടക്കത്തിലുമായിരുന്നു. ദാരിദ്ര്യം, മയക്കുമരുന്ന്, ഗുണ്ടാ ആക്രമണങ്ങൾ എന്നിവ നിറഞ്ഞ നഗരങ്ങളിലെ ആഫ്രിക്കൻ അമേരിക്കൻ, കരീബിയൻ വംശജർ, ലാറ്റിനോ വിഭാഗക്കാർ എന്നിവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇതുണ്ടായത്. ചില റാപ്പർമാരും DJമാരും മുമ്പ് ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിൽ ഉണ്ടായിരുന്നവരോ അപ്പോഴും ഗുണ്ടാ സംഘത്തിൽ തുടർന്നിരുന്നവരോ ആയിരുന്നു. പിന്നീട് അവർ ഗുണ്ടാപോരിന് പകരം DJing, റാപ്പിംഗ്, നൃത്തം ഇവയെല്ലാം ഉപയോഗിച്ചു. DJ കൂൾ ഹെർട്സ് DJയിങ്ങിനും റാപ്പിനും ഒരു അടിത്തറയും ബീറ്റ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ശൈലിയും ഉണ്ടാക്കി. അദ്ദേഹമാണ് ഹിപ്പ് ഹോപ്പിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യം വീടുകളിലെ ചെറിയ പാർട്ടികളിലും മറ്റും ഇവർ പരിപാടികൾ അവതരിപ്പിച്ചു. അതിനുശേഷം ക്ലബ്ബുകളിലെ ചെറിയ ചെറിയ പരിപാടികൾക്ക് ഇവർക്ക് അവസരം കിട്ടിത്തുടങ്ങി. അതിനുശേഷം അന്നത്തെ റെക്കോർഡ് നിർമ്മാതാക്കൾ ഇവരെ സമീപിക്കുകയും റെക്കോർഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവരെ റാപ്പേഴ്സിനെ, DJ ചെയ്യുന്നവരെയൊക്കെ സിനിമയിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അങ്ങനെ ഇവർക്ക് സിനിമയിലും അവസരങ്ങൾ കിട്ടിത്തുടങ്ങി. ഷുഗർ ഹിൽ ഗാങ്ങിൻ്റെ റാപ്പേഴ്സ് ഡിലൈറ്റ് 1979 പുറത്തിറങ്ങി. അതോടെയാണ് സാധാരണക്കാർക്കും റാപ്പേഴ്സ് വളരെ പരിചിതമായത്. മാത്രമല്ല റാപ്പും പൊയട്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റാപ്പിൽ കൂടെയും സ്പോക്കൺ പൊയട്രിയിൽ കൂടെയും ഒരാൾക്ക് അവരുടെ അങ്ങേയറ്റം സ്വകാര്യ വിഷമങ്ങളും സന്തോഷങ്ങളും പ്രകടിപ്പിക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ എല്ലാ റാപ്പേഴ്സും മികച്ച കവികളും കൂടിയാണ്. പണ്ട് ചരിത്രം കഥകളിലൂടെ, കവിതകളിലൂടെ വായ്മൊഴിയായിട്ടായിരുന്നു കൈമാറി വന്നിരുന്നത്. പ്രത്യേകിച്ച് ഗ്രോത്ത് കഥ പറച്ചിൽ, അതുപോലെ നാടൻ പാട്ടുകൾ, ഗസലുകൾ ഇവ രേഖപ്പെടുത്തിയിരുന്നത് വാമൊഴിയായിട്ടായിരുന്നു. ഇവയെല്ലാം തന്നെ വായിക്കാൻ വേണ്ടിയല്ല, കേൾക്കാൻ വേണ്ടിയായിരുന്നു
കൂടുതലും രൂപപ്പെട്ടിരുന്നത്. ആധുനിക കവികളായ ഗിൽ സ്കോട്ട്, ഹെറോൺ, അമീരി ബെറാക്ക തുടങ്ങിയ കവികൾക്ക് ആദ്യകാല റാപ്പിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. അത് അവർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. കെൻഡ്രിക് ലാമറിന് 2018 ഡാം എന്ന ആൽബത്തിന് പുലിസ്റ്റർ വരെ ലഭിക്കുകയുണ്ടായി. റാപ്പർമാർക്ക് പൊതുവിൽ കാണുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലൊന്ന്, ഇവർ ഹൈലി പൊയറ്റിക് ആയിരിക്കും. ഒരു കഥ അല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കഴിവ് ഹൈ ആണ്. മറ്റൊന്ന് ഫ്രീ സ്റ്റൈലിംഗ്. പിന്നെ ഇവർ വളരെ സ്പോണ്ടേനിയസ് ആയി ഇംപ്രവൈസ് ചെയ്യും. അതായത് നിമിഷകവി എന്നൊക്കെ പറയുന്ന ഒരു തരം വൈബ്. പേഴ്സണ വാസ് റിയാലിറ്റി. അതായത് ഒരു പ്രത്യേകതരം പരിവേഷത്തിൽ ഇവർക്ക് അല്ലെങ്കിൽ അഥവാ ഒരു റാപ്പർക്ക് റാപ്പ് ചെയ്യാൻ കഴിയും. അവർ സ്റ്റേജിലായിരിക്കുമ്പോൾ അവർ ഒരു പ്രത്യേകതരം പേഴ്സണാലിറ്റി കൈവരിക്കുകയും പ്രത്യേകതരം വേഷങ്ങൾ അണിയുകയും ചെയ്യും. പക്ഷേ ഇവർ റിയൽ ലൈഫിൽ അങ്ങനെയെല്ലാം തന്നെ ആവണമെന്നുമില്ല. ഇവരെല്ലാം ഇവരുടെ യഥാർത്ഥ പേര് മാറ്റി മറ്റൊരു പേരായിരിക്കും സ്വീകരിക്കുന്നത്. അത് ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയവുമായി അടുത്തു നിൽക്കുന്നതാകാം, എന്തുമാകാം. റാപ്പേഴ്സ് എപ്പോഴും സിസ്റ്റത്തിനെതിരായി നിൽക്കുന്ന കവികളായിരിക്കും. ഇവർ കവിതയുടെ വസന്തം വിരിയിക്കുന്ന ചിത്രശലഭങ്ങളാകണമെന്നില്ല. യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ചൊറിയൻ പുഴുക്കളായിട്ടായിരിക്കും സിസ്റ്റം ഇവരെ കാണുക. എപ്പോഴും അടിച്ചമർത്തലുകൾ ഇവർ ഏറ്റുവാങ്ങാറുണ്ട്. നിരവധി വിവാദങ്ങൾ കൈയാളുന്ന ഒരു മേഖല കൂടിയാണിത്. പ്രധാനമായിട്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നത് കോപ്പി റൈറ്റിംഗ്, വരികളിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിമർശനം, പകർപ്പവകാശം അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ്. പാട്ടുകളിലെ ചില പോർഷൻസ്, മ്യൂസിക് അതേപടി മറ്റൊരു റാപ്പിലൊക്കെ ഇവർ യൂസ് ചെയ്യാറുണ്ട്. ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ആദ്യകാലങ്ങളിൽ കോപ്പി റൈറ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളില്ലായിരുന്നു. പിന്നെ മറ്റൊന്ന് സോഷ്യൽ കമൻ്ററി അല്ലെങ്കിൽ ആക്ടിവിസം. ഇത് പലപ്പോഴും സിസ്റ്റത്തെ പ്രകോപിപ്പിക്കും. കാരണം അവർ നിലവിലുള്ള സിസ്റ്റത്തെ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. റാപ്പിലെ തന്നെ മറ്റൊരു ഉപവിഭാഗമാണ് ഗാങ്സ്റ്റർ റാപ്പ്. വയലൻസിനെ പരുക്കനായ വരികൾ കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഇതിൽ ചെയ്യുക. ഇത് മോശമായി യുവതലമുറയെ ബാധിക്കുന്നുണ്ടെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. മറ്റൊരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത് ക്രൈം അല്ലെങ്കിൽ വംശത്തെക്കുറിച്ച് പൊതുധാരണകളെ രൂപപ്പെടുത്തുന്നതിന് ഇതിന് ശക്തമായ കഴിവുണ്ടെന്നാണ്. എല്ലാ റാപ്പേഴ്സിനെയും കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ സെലക്റ്റീവായി 1-2 റാപ്പേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു റാപ്പറായിരുന്നു ടുപാക് ഷാക്കൂർ. അദ്ദേഹത്തിൻ്റെ അമ്മ അഫിനി ഷാക്കൂർ, രണ്ടാനച്ഛൻ മൂട്ടൂലു ഷാക്കൂർ. രണ്ടുപേരും ബ്ലാക്ക് പാന്തർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ടുപാക്കിൻ്റെ ബയോളജിക്കൽ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുമായി വേർപിരിഞ്ഞു. പിന്നീട് പല ആൾക്കാരും പിതാവാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അമ്മ എപ്പോഴും നിയമകുരുക്കിൽപ്പെടുകയും ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. അമ്മയോടുള്ള ആദരവ് ടുപാക്കിൻ്റെ പല ആൽബങ്ങളിലും പ്രതിഫലിക്കാറുണ്ട്. ഡിയർ മാമ എന്നുള്ള ആൽബം അതിനൊരു ഉദാഹരണമാണ്. 1993 ഡ്യൂട്ടിയിലില്ലാതിരുന്ന 2 പോലീസുകാർ ഇദ്ദേഹത്തെ വംശീയമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വയരക്ഷാർത്ഥം ടുപാക് ഈ 2 പോലീസുകാർക്കെതിരെയും നിറയൊഴിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കേസ് റദ്ദാവുകയാണ് ചെയ്തത്. ടുപാക് ലൈംഗിക പീഡനത്തിന് ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ഹിപ്പ് ഹോപ്പ് പോര് 90കളിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു പോരാട്ടമായിരുന്നു. അതിൽ തന്നെ ടുപാക് വെസ്റ്റ് കോസ്റ്റിലെ ഒരു പ്രധാനിയായിരുന്നു. ഈ പോര് ടുപാക്കിൻ്റെ കരിയറിലെ തന്നെ വൻ വിവാദമായിരുന്നു. ഈസ്റ്റ് കോസ്റ്റ് റാപ്പറായ നൊട്ടോറിയസ് B.I.G അഥവാ നൊട്ടോറിയസ് ബിഗും ടുപാക്കും തമ്മിലുള്ള വാക്ക് പോരാട്ടം ആ കാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. ഇങ്ങനെ വാക്പോര് നടത്തുന്നതിനെ ബീഫ് എന്നാണ് പറയുക. സമീപകാലത്ത് നടന്ന മറ്റൊരു ബീഫാണ് ഡ്രേക്കും കെൻഡ്രിക് ലമാറും തമ്മിൽ. ഇത്തരം ശത്രുതയിലൂടെ പരസ്പരം താഴ്ത്തിക്കെട്ടുന്ന ഡിസ്ട്രാക്കുകൾ ഇവർ ചെയ്യാറുണ്ട്. ടുപാക്കിൻ്റെത് ഗാങ്സ്റ്റർ റാപ്പ് സ്റ്റൈലായിരുന്നു. റാപ്പിൽ വയലൻസ്, മയക്കുമരുന്ന്, സ്ത്രീവിരുദ്ധത തുടങ്ങിയ വിഷയങ്ങൾ കടന്നു വന്നിരുന്നു. ഇതിന് വലിയ തരത്തിൽ തന്നെ ടുപാക്കിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമാണ് അതെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മ അഫിനി ഷാക്കൂറിൻ്റെ പൊളിറ്റിക്കൽ വിഷൻ ടുപാക്കിനെ ചെറുപ്പം മുതൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ബാൾട്ടിമോർ സ്കൂൾ ഫോർ ആർട്സിലാണ് അദ്ദേഹം പഠിച്ചത്. ആ സമയത്ത് കവിതയോടുള്ള താല്പര്യം ടുപാക്കിനെ എഴുതാൻ പ്രേരിപ്പിച്ചു. ഷേക്സ്പിയറിൻ്റെ വരികൾ, താളം, ഭംഗി ഇവയിലെല്ലാം ടുപാക് അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. 1996 സെപ്റ്റംബർ 7 ലാസ് വെഗാസിൽ വെച്ച് വെടിയേറ്റ് 6 ദിവസം ടുപാക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. 6-ാം നാൾ ടുപാക് മരണപ്പെട്ടു. മരിക്കുമ്പോൾ പ്രായം വെറും 25 വയസ്സ്.
ടുപാക്കിൻ്റെ കൊലയാളി ആര് എന്നുള്ളത് ഇന്നും ദുരൂഹമായി നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിഭാഗം ആരാധകർ പറയുന്നത് മലേഷ്യയിലോ ക്യൂബയിലോ മറ്റെവിടെയോ അദ്ദേഹം ഒളിവിൽ കഴിയുകയാണെന്നാണ്. അതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ചില സോങ്ങുകൾ, അതിൻ്റെ കവറുകൾ, അതൊക്കെ ഈ ആരാധകരുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ്. മരണത്തിന് കാരണം FBI ആണെന്നും മറ്റൊരു കൂട്ടം പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ടുപാക്കിൻ്റെ മാതാപിതാക്കളുടെ ബ്ലാക്ക് പാന്തർ ബന്ധമാണ്. ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് വാക്പോരാണ് ടുപാക്കിൻ്റെ മരണത്തിന് കാരണമെന്നും ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ടുപാക്ക് മരിച്ച് 6 മാസത്തിനുള്ളിൽ നൊട്ടോറിയസ് ബിഗും ഒരു ഡ്രൈവ് ബൈ ഷൂട്ടിങ്ങിൽ മരണപ്പെട്ടു. റാപ്പ് സ്നേഹികളുടെ ഹരമായ മറ്റൊരു റാപ്പറാണ് 50 സെന്റ്. 1996 മുതൽ ഇദ്ദേഹം റാപ്പ് ചെയ്യുന്നു. അമേരിക്കൻ വംശജനാണ്. 2000-ൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ വീടിന് മുന്നിൽ വെച്ച് 9 തവണ വെടിയേറ്റു. അതിന് കാരണം ഗെറ്റോ ഖൊറാൻ എന്ന ആൽബത്തിലെ ചില പരാമർശങ്ങളാണ്. മയക്കുമരുന്ന് രാജാവായ സുപ്രീം മഗ്രിഫിൻ്റെ പേര് ഈ ഗാനത്തിൽ പരാമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റി വിശദീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രതികാരമെന്നോണം മഗ്രിഫും കൂട്ടാളികളും 50 സെന്റിനെ വെടിവെച്ചതായിട്ടാണ് കരുതുന്നത്. പിന്നീട് 50 സെന്റ് ഈ വെടിവെപ്പിനെ പറ്റി അവ്യക്തമായ പല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും വിശ്വാസയോഗ്യമായിരുന്നില്ല. ഗ്രാമി അവാർഡ് ഉൾപ്പെടെ അനേകം അവാർഡുകൾ 50 സെന്റിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയും പേരെടുത്ത് പറയാത്ത അനവധി ലോകപ്രസിദ്ധരായ റാപ്പർമാരുണ്ട്. പക്ഷേ നമുക്ക് ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ യോയോ ഹണി സിംഗ്. വരികളിലെ സ്ത്രീവിരുദ്ധയും അശ്ലീലതയുമാണ് ഹണി സിംഗിനെ വിവാദത്തിൽപ്പെടുത്തിയത്. ഇന്ത്യൻ ഹിപ്പ് ഹോപ്പ് രാജ്ഞി എന്നറിയപ്പെടുന്നത് രാജകുമാരി എന്ന റാപ്പറാണ്. ഹാർഡ് കൗർ എന്ന മറ്റൊരു റാപ്പറുണ്ട്. 2019-ൽ നരേന്ദ്രമോദി, അമിത് ഷാ എന്നിവർക്കെതിരെ വീഡിയോ ചെയ്ത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഹാർഡ് കൗർ. MIA അഥവാ മിയ അല്ലെങ്കിൽ മാതങ്കി. ഇവർ ഇന്ത്യൻ വംശജയല്ല, പക്ഷേ ഇന്ത്യയോട് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കൻ വംശജ. ശ്രീലങ്കയിൽ ജനിക്കുകയും പിന്നീട് UK പൗരത്വം നേടുകയും ചെയ്ത മിയ അഥവാ മാതങ്കി. ശ്രീലങ്കയിൽ ജനിച്ച ഇവരുടെ അച്ഛൻ ആദ്യകാല LTT മെമ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കൊലപാതകങ്ങൾ, തമിഴ് ജനതയുടെ കുടിയൊഴിപ്പിക്കൽ എന്നിവയെ പറ്റിയാണ് കൂടുതലായും മിയ പാടിയിട്ടുള്ളത്. ശ്രീലങ്കൻ ഗവൺമെന്റും മിയയും തമ്മിൽ വൻ ശത്രുത തന്നെയുണ്ട്. 2001-ൽ ശ്രീലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മിയയ്ക്ക് ശ്രീലങ്കൻ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തി. അതുപോലെ തന്നെ തമിഴിലെ മറ്റൊരു റാപ്പറാണ് അറിവ്. ജാതീയ അധിക്ഷേപത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമാണ് അറിവ് കൂടുതലായും റാപ്പ് ചെയ്യുന്നത്. അറിവിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഈ കേരളത്തിലേക്ക് വന്നാൽ മേൽപ്പറഞ്ഞ റാപ്പേഴ്സിൻ്റെ എല്ലാ ട്രേഡ്സും ഒത്തിണങ്ങി വന്ന ഒരു കാലഘട്ടത്തെ തന്നെ സ്വാധീനിക്കാനും തിരുത്താനും കഴിയുന്ന പവറുള്ള ആളായിട്ടാണ് വേടൻ്റെ കടന്നുവരവ്. ഈ അടുത്ത് മറ്റൊരു കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 4 വർഷം മുമ്പ് മരണപ്പെട്ട അമ്മയുടെ ശ്രീലങ്കൻ ബന്ധം പൊതുമധ്യത്തിൽ വലിച്ചിടുകയും ചെയ്തു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. സിസ്റ്റവും വേടനുമായിട്ടുള്ള വാക്പോര് വരാനിരിക്കുന്നതേയുള്ളൂ. വലിയ അപകടങ്ങളിലേക്ക് പോകാതെ തൻ്റെ രാഷ്ട്രീയം പറയാൻ അയാൾക്ക് കഴിയട്ടെ. വേടൻ്റേത് വളരെ മൂർച്ചയുള്ളതും പരുക്കനുമായ വരികളാണ്. വേടൻ്റേതിന് സമാനമായ രീതിക്ക് 2 പതിറ്റാണ്ടോളമായി കേരളത്തിൽ റാപ്പ് ചെയ്യുന്ന ബാൻഡാണ് സ്ട്രീറ്റ് അക്കാഡമിക്സ്. പക്ഷേ അവരുടെ ലാംഗ്വേജ് എപ്പോഴും സൗമ്യവും ഒരു സർക്കാസ്റ്റിക് ലൈൻ പിടിച്ചുള്ളതുമാണ്. കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മറ്റൊരു റാപ്പറാണ് ബേബി ജീൻ. ഡബ്സി മലബാറി രാഷ്ട്രീയം സുന്ദരമായി പറയാൻ കഴിയുന്ന മൊഞ്ചൻ റാപ്പറാണ്. ഹനുമാൻ കൈൻഡ്, ഫെജോ, നീരജ് മാധവ്, തിരുമാലി, അങ്ങനെ ഒട്ടനേകം റാപ്പേഴ്സ് ഉണ്ട്. ഇത് ഒരു ആമുഖമായി എടുക്കണം. വരും എപ്പിസോഡുകളിൽ കൂടുതൽ പറയുന്നതാണ്. താങ്ക് യു.